നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലലിഗയിൽ നാളെ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയുമായിട്ട് ക്യാമ്പ് നൗവിൽ ഏറ്റുമുട്ടുകയാണ്. ബാഴ്സയ്ക്ക് കളി ജയിച്ചാൽ കിരീടം സ്വന്തമാക്കാം. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡിന് ഈ കളി വളരെ ക്രൂഷ്യലാണ്. അത് കിരീടം നേടണം എന്നുള്ളത് കൊണ്ടോ കിരീടത്തിലേക്കുള്ള ബാഴ്സയുടെ പ്രയാണം തടയണം എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഡ്രസ്സിംഗ് റൂമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ടീം അങ്ങ് ഉലഞ്ഞു പോയിട്ടില്ല. ടീം ഇപ്പോഴും യുണൈറ്റഡ് ആണ് എന്ന് കളിക്കളത്തിൽ ആരാധകർക്ക് മുന്നിൽ, മാലോകർക്ക് മുന്നിൽ കാണിക്കേണ്ട ഒരു കളിയാണിത്. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരം ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ ആരോ ലീക്ക് ചെയ്തു കൊടുത്തു, മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഈ കഥയൊക്കെ പരസ്യമായത്. ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ്, ആൽവരോ ആർബിലോവയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം എങ്ങനെ ഈ സംഭവ വികാസങ്ങളിലൊക്കെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങളൊക്കെ ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അൺഫെയർ അല്ലേ? ആരാണിത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, എനിക്ക് വളരെ വ്യക്തതയില്ല ആരാണിത് ചെയ്തത് എന്ന്. പക്ഷേ ഇത് സംഭവിക്കുക, ലോക്കർ റൂമിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചതിയാണ്. റയൽ മാഡ്രിഡിനെ ചതിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു ബാഡ്ജിനെ, റയലിൻ്റെ ബാഡ്ജിനെ നിങ്ങൾ ചതിക്കുന്നതിന് തുല്യമാണ് ഈ വിവരങ്ങൾ പുറത്താക്കുക എന്നുള്ളത്. പിന്നെ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ആ സോഴ്സ് കൃത്യമായിട്ട് അങ്ങ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ CIA വർക്ക് ചെയ്ത ആളല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ രഹസ്യാന്വേഷണം നടത്തിയത് കണ്ടെത്താനുള്ള മികവൊന്നുമില്ല. ഞാൻ എന്തായാലും എൻ്റെ താരങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കതിന് കഴിയുകയുമില്ല. ഒരുപാട് പേര് റയൽ മാഡ്രിഡിലുണ്ടല്ലോ. സോ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ഒരു പൊസിഷനിലല്ല ഞാൻ ഇപ്പോഴുള്ളത്. ഏതായാലും ഈ ചെയ്ത പണി വളരെ മോശമായി പോയി. അത് റയൽ മാഡ്രിഡിനെ ചതിക്കുന്നതിന് തുല്യമാണ് എന്നാണിപ്പോൾ ആൽവാരോ ആർബിലോവ പറയുന്നത്. ഏതായാലും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ എന്തൊക്കെ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായാലും അത് അവിടെ അവസാനിക്കണം, അല്ലാതെ അത് അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം ആർബിലോവയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി? ഇങ്ങനൊരു സിറ്റുവേഷൻ റയൽ പോലൊരു ക്ലബ്ബിൽ ഉണ്ടായതിന് ആരാണ് ഉത്തരവാദി? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനാണ്. റയൽ മാഡ്രിഡിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. കാരണം ഞാനാണ് കോച്ച്. ആരുടെയെങ്കിലും നേരെ നിങ്ങൾക്ക് വിരൽ ചൂണ്ടണമെങ്കിൽ ഞാനിവിടെയുണ്ട്, എല്ലാം ഞാൻ ഏൽക്കുന്നു എന്നുകൂടി ആർബിലോവ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഞാൻ ഏൽക്കുന്നു, ഞാനാണ് ഉത്തരവാദി, വി ആർ റയൽ മാഡ്രിഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂം വളരെ ഹെൽത്തിയാണ് എന്ന്. പക്ഷേ പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ. ആർബിലോവ പറയുന്നത് ഡ്രസ്സിംഗ് റൂം, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഹെൽത്തി ഡ്രസ്സിംഗ് റൂം എന്ന്. എന്നിട്ട് പറയുകയാണ്, ട്രോഫി ഒന്നും ഇല്ലാത്തൊരു സീസൺ എന്ന് പറയുമ്പോൾ റയൽ മാഡ്രിഡിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എല്ലായ്പ്പോഴും അത് അങ്ങനെയാണ്. റയൽ മാഡ്രിഡ് പ്ലെയർ ആണെങ്കിൽ നമ്മൾ വളരെ അംബീഷ്യസ് ആയിരിക്കുമല്ലോ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സീസൺ ആണെങ്കിൽ ഇതൊരു ഹെൽത്തി ഡ്രസ്സിംഗ് റൂമാണ്. തീർച്ചയായിട്ടും വീണ്ടും വിജയിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ടീമാണിത് എന്ന് തന്നെ ഞാൻ പറയും. അടുത്ത വർഷം എല്ലാവരും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ നേടുമ്പോൾ നല്ല റിസൾട്ട് വരും. പക്ഷേ ടീം ഗ്രോ ചെയ്യും. നെക്സ്റ്റ് ഇയറിൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനം ഈ ബാഡ്ജിന് വേണ്ടി താരങ്ങൾ നടത്തും. നത്തിങ് ഇൻ ദീസ് 4 months മേക്സ് മീ സേ ദാറ്റ് ഐ ആം നോട്ട് ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ദിസ് ഡ്രസ്സിംഗ് റൂം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആർബിലോവയുടെ കാലം കോച്ച് എന്ന നിലയിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ആരോ ലീക്ക് ചെയ്യുന്നു, ആ ലീക്ക് ചെയ്യുന്നത് ഒരു ചതിയാണ് എന്നതും സത്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.